ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മക്കൾ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രെഡ് ജസ്റ്റ് ഒന്ന് ഞാൻ ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു നെയ്യ് ഒഴിച്ചിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയിട്ടുള്ള മയോണൈസാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ റെഡിമെയ്ഡ് മയോണൈസ് വാങ്ങുന്നത്. അപ്പോൾ ഞാനിതാ കുറച്ച് മയോണൈസ് ഇതാ ഈ ബ്രെഡിലേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അതിലേക്ക് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയിൽ പച്ചമുളകും വലിയുള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്തതാണ്. അപ്പോൾ ആ ഒരു മുട്ട പൊരിച്ചത് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് ടൊമാറ്റോ, അതുപോലെ വലിയുള്ളി വട്ടത്തിലരിഞ്ഞത്, ക്യാപ്സിക്കം, ചീസൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ഫില്ലിങ്സ് ആണ് അതൊക്കെ. പക്ഷേ എൻ്റെ ചെറിയ മോന് അതൊന്നും പറ്റൂല കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസൊക്കെ വെച്ചാൽ പിന്നെ അതൊക്കെ അതിന്ന് എടുത്ത് മാറ്റിയിട്ടേ കഴിക്കൂ. അപ്പോൾ ഞാൻ എന്താക്കി ഇങ്ങനെ തന്നെ കൊടുത്തു. അപ്പോൾ അത് അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. സ്കൂളുള്ള ദിവസമൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി, അതുപോലെ പൂരി, ദോശ അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കൽ. അപ്പോൾ സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസങ്ങൾ ഇതുപോലെ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൽ. ഇങ്ങനെ കഴിക്കാനും മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടാൽ അതൊക്കെ എടുത്ത് മാറ്റും. അങ്ങനെ പിന്നെ ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മുട്ടയുടെ വെള്ളയിലേക്ക് കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത മിക്സാണ്. അത് ജസ്റ്റ് ഇങ്ങനെ മുഖത്തേക്കൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് മുട്ടയുടെ മിക്സ് എടുത്തിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് ജസ്റ്റ് നല്ലോണം ഒന്ന് എല്ലായിടത്തും ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഫേസിലെ എല്ലാ ഭാഗത്തും. എന്നിട്ട് നമുക്ക് ആ ഒരു കോഫിയുടെ മിക്സും നല്ലോണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അങ്ങനെ ഫേസ് കണ്ടാൽ നല്ല പേടിയാവും കേട്ടോ. കാരണം നമ്മളെ കോഫി പൗഡറിൻ്റെ മിക്സൊക്കെ വെച്ചിട്ട് ആ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്തിട്ട് കണ്ടാൽ പേടിയാവും. അങ്ങനെ പിന്നെ ഞാനിതാ കുറച്ച് ചെമ്പരത്തിയുടെ ഇല മിക്സിയിലിട്ടിട്ട് നല്ലോണം നരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഹെയറിൽ തേച്ച് പിടിപ്പിക്കട്ടെ കേട്ടോ. പിന്നെ വേഗം തന്നെ ആ ഒരു ഹെയർ പാക്കും അതുപോലെ ഫേസ് പാക്കൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം ഒന്ന് അതൊക്കെ ഒന്ന് അടിച്ച് വാരി തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ.
അങ്ങനെ അടിച്ച് വാരലും തൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫേസിലുള്ള മാസ്കൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം തൊടുക്കലൊക്കെ കഴിഞ്ഞ് കുളിച്ചൊക്കെ മാറ്റി പിന്നെ വേഗം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പം ടീച്ചറെ വീട്ടിലേക്ക് അങ്ങനെ അതാ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് റൈസ് ആണ്. പിന്നെ അതുപോലെ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനിവിടെ റൈസ് ഉണ്ടാക്കുന്നുണ്ട്, അവളവിടെ വേറെ എന്തോ ഒരു പണിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. ഞാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ എത്തിയത് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യുകയാണ്. നല്ല അടിപൊളി റൈസാണ് കേട്ടോ ക്യാരറ്റ് റൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഓയിലിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തു. അതിന് ശേഷം വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് 2 തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 കട്ട മാഗി ക്യൂബും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം മല്ലിച്ചപ്പ് അത്യാവശ്യം നല്ലോണം ഇടണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്. എന്നിട്ട് നമ്മൾ മല്ലിച്ചപ്പൊക്കെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതാ നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ള റൈസ് ബസ്മതി റൈസാണ് കേട്ടോ. ഇത് നമ്മൾ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് നമ്മളിങ്ങനെ ഊറ്റിയെടുക്കല്ലോ, അങ്ങനെ ഊറ്റിയെടുത്തിട്ടുള്ള ആ റൈസാണ് കേട്ടോ. ആ റൈസ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ റൈസിലേക്ക് ആ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഈ സമയം കൊണ്ട് ഇതാ ബാക്കിയുള്ളവരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകലുണ്ട്. അപ്പോൾ നല്ല രസമാണ്. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാൽ പിന്നെ നല്ല ഹരമാണ് കേട്ടോ. ഞങ്ങൾ വന്നത് തന്നെ ടീച്ചറെ മോന് സുന്നത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവന് ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അവന് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ അതാ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞേരം പിന്നെ ഞങ്ങൾ വെള്ളം ഒക്കെ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കി 2-3 ടീച്ചർമാരും ഒക്കെ വരാനുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ വന്ന് കഴിഞ്ഞേരം പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ക്യാരറ്റ് റൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും അതുപോലെ കഴിക്കുന്നതും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞേരം ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അതാ മക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഓരോ കളിയിലാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇതാ ഒരു ചെടിയുടെ കൊമ്പ് പറിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം ഒരു കൊമ്പാണ് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇതിന് മുന്നേ ഞാനിങ്ങനെ കൊമ്പ് നട്ടപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വേറൊരു കളറാണ്. അങ്ങനെ പിന്നെ വേഗം അത് കയ്യോടെ തന്നെ ഞാൻ വണ്ടി അവിടെ നിർത്തി ഉടനെ തന്നെ ഞാനിത് അവിടെ ഒരു പോട്ട് ഇങ്ങനെ കാലിയായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്. അസ്സലാമു അലൈക്കും.